നമ്മളെപ്പോഴും റുട്ടീൻസിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ, നമ്മുടെ മോർണിംഗ് നല്ല എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ വീട് നല്ല സൂപ്പർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ എൻഡ്ലെസ് ലൂപ്പിൽ പെട്ടുപോകാറില്ലേ പലപ്പോഴും. ഒരിക്കലും പണി തീരത്തില്ല. നമ്മുടെ പാത്രം കഴുകുന്നു, പിന്നെയും അത് ഡേർട്ടി ആവുന്നു, നമ്മളൊരു സ്പേസ് ഓർഗനൈസ് ചെയ്യുന്നു, വീണ്ടും അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിക്കെടുക്കും. പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ലൈഫിൻ്റെ ഒരു എന്താ പറയുക ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ പലപ്പോഴും നമുക്ക് ജീവിക്കാനൊരു സമയം കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു റഷിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് എന്താ പറയുക, നമുക്കെങ്ങനെ നമ്മുടെ ലൈഫ് ഒന്ന് ബാലൻസിൽ പോകാം? ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള റുട്ടീൻസ്, ഹോം മേക്കിംഗ് ഇതെല്ലാം വരുമ്പോഴത്തേനും നമുക്കൊരു ഇൻറ്റൻഷനായിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സമയം നമ്മൾ ക്രേവ് ചെയ്യുമല്ലേ. അത് പലപ്പോഴും നമ്മൾ എല്ലാവരും കൂടി പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നെന്ന് പറഞ്ഞാൽ. റുട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രേഞ്ച് കംഫർട്ട് ഉണ്ടല്ലേ, നമ്മുടെ വീട് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് പോകാനും. അതുപോലെ നമുക്കൊരു കൺട്രോൾ തരും. പിന്നെ അതുപോലെ ഒരു ക്ലീൻ കൗണ്ടർ ടോപ്പ് കാണുമ്പോൾ, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെൽഫ് കാണുമ്പോൾ എല്ലാം ഒരു സമാധാനം നമ്മുടെ മനസ്സിനുണ്ടാവും. പക്ഷേ നമ്മളെപ്പോഴും ഒരു ഫൈൻ ലൈൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഒരു റുട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു റുട്ടീനും അതുപോലെ നമ്മളെ നമുക്ക് മടുക്കുന്ന ആ ഒരു റുട്ടീനും തമ്മിൽ ഒരു ഫൈൻ ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യാനാവുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു സമാധാനമുള്ളൊരു സ്പേസ് എന്നുള്ളത് നമുക്കങ്ങനെ തോന്നത്തില്ല. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ പിന്നെ കാണുന്നത് നമ്മളുടെ ഒരു സമാധാനം നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ പോലെയാണ്. അതല്ലാതെ നമ്മൾ ആദ്യമേ ഒരു വീട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമുക്കൊരു കംഫർട്ടും സ്നേഹമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാൻ വേണ്ടിയിട്ടല്ലേ. അതിൽ നിന്ന് മാറിപ്പോവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ എഫിഷ്യൻസിയാണ് നമ്മുടെ ഗോൾ. പക്ഷേ നമുക്ക് എല്ലാം ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തീരില്ല അല്ലേ. എന്തായാലും ഒരു ഫുഡ് അടുത്തത് പിന്നെ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണർ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു ബാലൻസ് കണ്ടെത്തുന്നത്? അപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ മാറ്റുക. അതായത് നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്നത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഇൻറ്റൻഷണൽ ആവുക എന്നുള്ളതാണ്. ഇൻറ്റൻഷണൽ ലിവിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എൻറ്റയർലി ഒരു രാത്രി കഴിയുമ്പോഴത്തേനും എൻറ്റയർലി അങ്ങ് മാറ്റാമെന്നല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് അത് നമ്മളെങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീലിംഗ് ഉണ്ടാവും, ഒരു കവിത പോലെ എങ്ങനെ നമ്മുടെ ഓർഡിനറി ലൈഫിനെ ആക്കി മാറ്റാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒത്തിരി റഷ് ചെയ്ത് പോവാതെ ആ ഒരു കിച്ചൻ്റെ വാംത്ത് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് കണക്കാക്കാതെ അതിനെ നമുക്കൊരു താങ്ക്ഫുള്ളായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ ആ ഒരു സ്പേസ് നമുക്കൊരു ഷെൽട്ടർ കിട്ടുന്ന ആ ഒരു സ്പേസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിന് നമുക്കൊന്ന് താങ്ക്ഫുൾ ആവാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ നമ്മൾ മൈക്രോ മൊമെൻറ്റ്സിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നോക്കുക. ആ ടൈനി എന്താ പറയുക, ചെറിയ ചെറിയ 5 മിനിറ്റ് വിൻഡോസ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ നിന്ന്. അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ നല്ല ഒരു സോഫ്റ്റ്നെസ് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു റൂമിൽ ക്വയറ്റായിട്ട് ഇരുന്ന് ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ പയ്യെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ മനസ്സും അതിൻ്റെ ഒപ്പം തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്പോട്ട്ലെസ് ആയിട്ടുള്ളൊരു വീടിനേക്കാളും കുറച്ച് കാമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സന്തോഷം തരിക എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടാത്ത ഒരു ഏരിയ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. വീടിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിലെ ഫേർണിച്ചറോ ഡെക്കറേഷനോ ഒന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മളുടെ ബിസി ലൈഫും അതുപോലെ നമ്മുടെ കാമായിട്ടുള്ള ഫാമിലിയും കൂടി നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് കോർണേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സോഫ്റ്റ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ്. അതായത് അതൊരു സമയമാവാം, അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലമാവാം. അവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നും തന്നെയില്ല. നമ്മൾ ചില സമയം നമുക്ക് തീരെ മടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
ഈ പണിയുടെയൊക്കെ ഇടയിൽ നമ്മളൊരു ടൈം നമ്മൾ ചൂസ് ചെയ്യണം. ആ സമയത്ത് നമ്മുടെ ലിവിങ് റൂം ഫ്ലോർ മെസ്സി ആവുന്നതോ, ഇപ്പം നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ്റെ ടൈം എപ്പോഴും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ക്ലീനിങ് ജോലി കഴിയാതെ നമുക്ക് ഒരു കാര്യത്തിലോട്ടും മാറാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇത് നമ്മൾ പയ്യെ പ്രാക്ടീസായി കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ജീവിതത്തിൻ്റെയും ഓർഡറിൻ്റെയും ഇടയിലൊരു ബാലൻസ് ഉണ്ടാവുന്നത് അപ്പോഴാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു ബർത്ത്ഡേ ബഫേ നടക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ട്രീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിട്ടിരിക്കുന്നത് മാക്സിലെ പുതിയൊരു ചുരിദാറാണ്. ഒരു ലൈൻ കട്ടുള്ള ചുരിദാറാണ്. 800 റുപ്പീസ് ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല കംഫർട്ടബിളും ആണ്. എനിക്ക് നല്ല സ്യൂട്ട് ചെയ്യുന്നുമുണ്ട്. പൊതുവേ എനിക്ക് ലൈൻ കട്ട് നല്ല സ്യൂട്ടാവുന്നതാണ്. നമ്മൾ ഈ ഫ്ലെയർ ഉള്ള ടൈപ്പ് ചുരിദാറുണ്ടല്ലോ, അത് നല്ലപോലെ സ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് റെഡിയായിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ലഞ്ച് ബഫേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ കൊച്ചിയിലുള്ള വെല്ലിംഗ്ടൺ ഐലൻഡിലെ കാസിനോ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പ്രെഡായിരുന്നു. അപ്പം നമ്മൾ ആദ്യമേ സൂപ്പാണ് എടുത്തത്. ഞാൻ സീ ഫുഡ് ചൗഡർ എന്ന് പറയുന്നൊരു സൂപ്പ് എടുത്തു. പിന്നെ ഞാൻ കൂടുതലും കുറേ സാലഡ്സ്, പിന്നെ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചധികം ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും നല്ല വെള്ളച്ചാട്ടം പോലെ ആർട്ടിഫിഷ്യൽ വെള്ളം വീഴുന്നതൊക്കെ കാണായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ ഇത് ഗിറ്റാർ വായിക്കുന്നത്. പിന്നെ ഒരുപാട് കിഡ്സിൻ്റെ ഫുഡ്. നമുക്ക് ശരിക്കും എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ട്രൈ ചെയ്യാം. അങ്ങനെയാണല്ലോ ബഫേ ഉള്ളത്. അപ്പം ഭയങ്കര ടേസ്റ്റിയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു മെജിഷ്യൻ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു മെജിഷ്യൻ ആദ്യം കുറേ മാജിക് ട്രിക്സൊക്കെ കാണിച്ചു. പിന്നെ അതിന് ശേഷം കുട്ടികളോട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മോൻ പറഞ്ഞത് അവനൊരു തോക്ക്, പല ഓപ്ഷൻസ് പറഞ്ഞിരുന്നു കേട്ടോ. പപ്പി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവന് തോക്ക് പറഞ്ഞപ്പോൾ അവന് തോക്ക് ഉണ്ടാക്കി കൊടുത്തു. അവൾ ഫ്ലവറാണ് പറഞ്ഞത് മോള്. അപ്പോൾ അവൾക്കൊരു ബ്ലൂ ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തു. നല്ലൊരു ചേട്ടൻ, നല്ല ഒരു ഗുഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പം ശരിക്കും നല്ലൊരു താങ്ക്ഫുൾ ഫീല് തോന്നി. നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ താങ്ക്ഫുൾ ആവാറില്ല അല്ലേ. ഞാനിപ്പോൾ മൈൻഡ്ഫുള്ളി ഓരോരോ കാര്യങ്ങൾക്കും താങ്ക്ഫുൾ ആവാൻ വേണ്ടി നോക്കാറുണ്ട്. ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡെയിലി എപ്പോഴെങ്കിലും ജസ്റ്റ് പുറത്തിറങ്ങി നമ്മുടെ നേച്ചറിനെ ഫീൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളിൽ നമ്മൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ലൈഫിൽ റുട്ടീൻസും കാര്യങ്ങളും സ്ട്രെസ്ഫുള്ളായിട്ടും എല്ലാം പോകുമ്പോൾ നമ്മളിങ്ങനെയുള്ള മൊമെൻറ്റ്സിന് നമ്മൾ താങ്ക്ഫുൾ ആവുക. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് നമ്മൾ പേർപ്പസ്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു മൊമെൻറ്റ്സൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡേ ഇങ്ങനെ ആണ് ഇന്ന് എൻഡ് ചെയ്തത്. പക്ഷേ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ റെസ്റ്റ് നമ്മൾ ഏൺ ചെയ്യണം. നമുക്ക് പേർപ്പസ്ലി നമുക്കത് ആ ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഗുഡ് മൊമെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എല്ലാ ടാസ്കും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ആ റെസ്റ്റ് എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റും കാംനെസ്സും എല്ലാം ഉണ്ടാക്കുക. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ലോങ് ജേണിയാണ്. നമുക്ക് റുട്ടീൻസ് എപ്പോഴും വേണം. അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞു മൊമെൻറ്റ്സും കുഞ്ഞു കാര്യങ്ങളും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.